ഡെയിലി ഒരേ സമയത്താണല്ലോ ജോലി കഴിഞ്ഞ് വരുന്നത്. ആ 5 മണിക്ക് ഇങ്ങോട്ടൊരു ബസ് ഉണ്ടല്ലോ, അതിനാ വരുന്നത്. ആഹാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ദിവസം ഒരേ ബസ് തന്നെയല്ലേ പോക്കും വരവൊക്കെ? അതിനെന്താ? ഹേയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ദിവസം ഒരു ബസ്സിനല്ലേ വരുന്നേ? കണ്ടക്ടറുമായിട്ടാണോ അതോ ക്ലീനറോ? എന്ത്? അല്ല, നാട്ടുകാരെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. രാവിലെ 7:30 ഒരു ബസ്സിന് പോവുക, അതേ ബസ്സിന് തന്നെ ദിവസവും വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരിക. ഒന്നുമില്ലാണ്ട് വെറുതെ ആൾക്കാർ പറയുമോ? അശോകേട്ടാ, നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? ആ ബസ് എന്നെ മാത്രം കൂട്ടാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതല്ല. ഒരുപാട് സ്കൂൾ കുട്ടികൾ ആ സമയത്ത് കയറി പോകുന്നില്ലേ? ഇവിടെ തന്നെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ ആ ബസ്സിൽ വരുന്നുണ്ടല്ലോ. എന്റെ ഓഫീസ് ടൈമിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റൂ. നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് എനിക്ക് നടന്നു പോകാൻ പറ്റുമോ? ഓ, ഒരുപാട് പേര് പോയി വരുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടേ ഓഫീസിൽ പോയിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ? അല്ല, അഞ്ജുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ഞാൻ എന്തായാലും അഞ്ജുവിന്റെ ഭാഗത്ത്. ഒന്നാമത് ഭർത്താവ് വിട്ടിട്ട് പോയി, ചെറിയ പ്രായം. അപ്പൊ പിന്നെ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിഷ്ടക്കാരാണെങ്കിലും തോന്നും. പിന്നെ ആരെങ്കിലൊക്കെ വേണ്ടേ ഇങ്ങനെ മിണ്ടി പറഞ്ഞിരിക്കാനോ എവിടെയൊക്കെ പോകണമെങ്കിലൊക്കെ. അശോകേട്ടാ, നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാൻ നിൽക്കരുത്. എന്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയതൊന്നും അല്ല. മൂപ്പര സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഇങ്ങനെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോ? അത്ര വലിയ ശീലാവധിയാണെങ്കിലേ എന്തിനാണ് ഒരേ ബസ്സിന് രാവിലെ പോകാനും വൈകുന്നേരം അത് തന്നെ തിരിച്ചു വരാൻ നിൽക്കുന്നത്? രാവിലെ ഒരു ബസ്സിന് പോകും, തിരിച്ചു വരുമ്പോ വേറെ ബസ്സിന് പോവാം. അവര് നാട്ടുകാരെ സംശയം മാറും. ചെയ്തു കൂട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ പൊട്ടന്മാര് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ വിചാരിച്ച നാട്ടുകാരെ കുറിച്ച് ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാരൊന്നും. എന്താ മോളെ, എന്താ കരയുന്ന? എന്ത് പറ്റി? മടുത്തമ്മ, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഓരോരുത്തർ എന്തൊക്കെയാന്നറിയാൻ പറയുന്നത്. ഞാനിവിടെ എന്ന് വന്നു അന്ന് തുടങ്ങിയതാ നാട്ടുകാരുടെ ഓരോ കുത്തിയുള്ള പാർസൽ. സഹിക്കാൻ പറ്റുന്നില്ല. ഓരോരുത്തർ ഓരോന്ന് പറയും. ഓ, ഈ നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഇന്ന് ആരെയാ പറഞ്ഞത്? ആ അശോകേട്ടനില്ലമ്മേ, അയാള് ചോദിക്കുക ഞാൻ എന്തിനാ സ്ഥിരം ഒരേ ബസ് തന്നെ പോകുന്നത്. നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് മോശമാണ് അത്ര ഇവിടെ പറഞ്ഞു നടക്കുന്നത്. ഇനി ഞാൻ വേറെ ബസ്സിൽ മാറി മാറി പോവാൻ, എന്നാലും ഇവര് ഞാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. ഏത് അശോകൻ? ആ പണിയും തൊല്ലാം തെണ്ടിച്ചിരുന്ന് നടക്കണവനാ? ഒരു ഉപകാരം അവനെ കൊണ്ട് കുടുംബത്തിലില്ല. എന്നിട്ട് എന്റെ നാട്ടുകാർ നന്നാക്കി നടക്കുന്നത്. എന്റെ മോളെ ഉപദേശിക്കണം എന്ത് യോഗ്യത ഉള്ളത്? നിനക്ക് ഞാനൊന്ന് കാണട്ടെ, പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ലോണം. അമ്മയിനി വെറുതെ അയാളോട് പ്രശ്നത്തിനൊന്നും പോകണ്ട. അമ്മേനോട് അയാൾ ഇങ്ങനെ തന്നെ സംസാരിക്കും. കുറച്ചെങ്കിലും സംസ്കാരമുള്ള മനുഷ്യനാണെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. ഈ നാട്ടുകാരൊക്കെ പേടിച്ചിട്ടേ ജോലിക്ക് പോകാതെ നമുക്ക് ജീവിക്കണ്ടേ മോളെ? എന്തൊരു മനുഷ്യന്മാരാ അത്! ഒരു ഡൈവേഴ്സായ ഒരു പെൺകുട്ടി അത് എന്തെങ്കിലും കാരണമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ഒരു സഹതാപം വെക്കില്ലേ തോന്നണ്ടത്? ഇതിങ്ങനെ കുത്തി കുത്തി പറയാ. മനുഷ്യൻ ജീവിക്കാൻ വിടാത്ത വർഗങ്ങള്. ഇനിയിപ്പോ ഇവരെയൊക്കെ പഠിച്ച് നമുക്ക് നാട് വിട്ടു പോകാൻ പറ്റുമോ? നാട് വിട്ടു പോയിട്ട് വേണം പുതിയ കഥകൾ ഉണ്ടാക്കാൻ. വേറെ എന്തോ പ്രശ്നം കൊണ്ടാണ് എല്ലാവരും കൂടിയിട്ട് കുടുംബടക്കം പോയതെന്ന് പറയും. പിന്നെ നമുക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. എന്റെ മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. എല്ലായിടത്തും കാണും ഇങ്ങനത്തെ കുറെ എണ്ണങ്ങള്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നാട്ടുകാരുടെ കഥ പറഞ്ഞുണ്ടാക്കി സന്തോഷിക്കണം, അത്രേ വേണ്ടിയുള്ളവർക്ക്. മോള് ഡ്രസ്സ് മാറ്റ്, അമ്മ ചായ എടുക്കാം. ഇതെന്താ അഞ്ചു ഇവിടെ നിക്കുന്ന? ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓഫീസിൽ നിന്ന് വന്നതേ ഉള്ളൂ. അമ്മ ചായ എടുക്കുക, ചുമ്മാ ഒന്ന് പുറത്തിറങ്ങി, അത്ര തന്നെ. ഇന്നും മുഖത്തിന് വല്ലാത്തൊരു തിളക്കം കാണുന്നല്ലോ അഞ്ചു. പാർലറിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടാവും അല്ലേ? ഓഫീസിലേക്ക് പോകുമല്ലേ ദിവസം? ചേച്ചി എങ്ങോട്ട് പോവാ?
ഞാൻ രാജിന്റെ അടുത്തേക്ക് ഒന്ന് പോകുക. അല്ല, നീ ഓഫീസിൽ പോകുമ്പോ ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങിയിട്ടാണല്ലേ പോകുന്നത്? അല്ലെങ്കിൽ എന്തിനിങ്ങനെ കിട്ടിയ പോലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യം നിനക്ക്? അവനല്ലേ നിന്നെ വേണ്ടാകുള്ളൂ. ഡൈവേഴ്സ് തന്നെയല്ലേ. ഇപ്പൊ നാട്ടിൽ എത്ര ചെക്കന്മാരുണ്ടാവും, നല്ല നല്ല ചെക്കന്മാർ നിന്നെ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടന്നാലല്ലേ അതൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. ഇപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഡിമാൻഡ് ഫ്രഷ് ചെക്കന്മാരെ തന്നെ കിട്ടും. രണ്ടാം ഘട്ടമാണെങ്കിൽ അവർക്ക് ഒരു വിഷയമല്ല. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഉടുത്തൊരുങ്ങി ഓഫീസിലേക്ക് പോകുന്നത്. വീട്ടിലിരിക്കുന്ന നിങ്ങളെ പോലെ എനിക്ക് പോകാൻ പറ്റും അങ്ങോട്ടേക്ക്? അത് വലിയൊരു സ്ഥാപനമല്ലേ. അപ്പൊ അവിടെ പോകുമ്പോ അങ്ങനെ തന്നെ പോകണം. പിന്നെ എന്റെ കല്യാണക്കാരാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഒരു കല്യാണം കഴിച്ചതിന്റെ വിഷമാണ് ഞാൻ ഇന്നിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നീ എന്നോട് എന്തിനാ അഞ്ചോ ദേഷ്യപ്പെടുന്നത്? നിനക്കൊരു നല്ല ജീവിതം കിട്ടാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാ. നീ എന്റെ മോളുടെ കാര്യം നോക്ക്. എത്ര ആലോചനകളാണ് വരുന്നത്. ഒരാൾക്കും പെണ്ണിനെ ഇഷ്ടപ്പെടില്ല. എങ്ങനെ ഇഷ്ടപ്പെടാനാ? അത് നിൽക്കുന്ന കോലം നോക്ക്. മര്യാദക്കൊന്നും ഡ്രസ്സും ചെയ്യില്ല, അണിഞ്ഞൊരുങ്ങൂല, ഒന്നുമില്ല. ഞാൻ ഇന്നലെ പോലും അവളുടെ അടുത്ത് പറഞ്ഞതാ, നീ 5 ചേച്ചിനെ കണ്ടുപിടിക്കുന്നു. നോക്ക്, ഡൈവേഴ്സ് ആണ് പറയേ. പക്ഷെ എന്തൊരു അണിഞ്ഞൊരുങ്ങിയിട്ട് ഭംഗിയിലാ പോക്കും വരത്തൊക്കെ കാണുമ്പോ ചെക്കന്മാരിങ്ങനെ നോക്കി പോകുവേ. ഇതിനെ ആർക്ക് വേണം? നീയൊന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല നല്ല ചെക്കന്മാർ നിന്നെയും നോക്കി നിൽക്കുക. പിന്നെ ബസ്സിൽ കയറിയ പിന്നെ പറയാനുണ്ട് എത്ര ആളുണ്ടാകും ബസ്സിൽ. എല്ലാവർക്കും എന്തായാലും മോളെ കണ്ട് ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും എന്റെ മോളോട് പറയാൻ പോവുക. മോള് കോളേജിൽ പോകുമ്പോഴേ 5 ചേച്ചി ഓഫീസിൽ പോകണം, അവരുടെ ഒപ്പം പോകാന്നുള്ളത്. നിന്നെ നോക്കുന്ന ചെക്കന്മാരെ ഏതെങ്കിലും ഒന്ന് കണ്ണു തെറ്റിട്ട് അവളെ നോക്കിക്കഴിഞ്ഞാ എങ്ങനെയെങ്കിലും ഒരു കല്യാണം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാ മോളെ. വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. വെറുതെ അല്ല ഡൈവേഴ്സ് വീട്ടിൽ വന്നിരിക്കുന്നത്. ഡൈവേഴ്സ് കല്യാണം ചെക്കൻ്റെ ഒപ്പം ഒരു ചെക്കനിലെ നോക്കാൻ പറ്റും. ഡൈവേഴ്സിനെ എത്ര ചെക്കന്മാരെ നോക്കാം. എന്തൊരു സ്ത്രീയല്ല അവര്. നാവില് വരുന്ന അങ്ങനെ അങ്ങോട്ട് പറയാ. അറ്റ്ലീസ്റ്റ് വേറെ ആളുടെ ഫീലിങ്സ് എങ്കിലും റെസ്പെക്ട് ചെയ്യണ്ടേ? അയ്യോ, മോശമായോ? അവളിപ്പോ അങ്ങനെയാ മോനെ. ആൾക്കാരെ കണ്ടാലേ സംസാരിക്കാൻ തന്നെ പേടിയാ. അതുകൊണ്ടാണ് അവള് നേരെ കേറി വന്നത്. മോനൊന്നും വിചാരിക്കരുത്. ഇല്ല, ഞാനെന്ത് വിചാരിക്കാനാ, അതെനിക്ക് മനസ്സിലായി. മോനെ എപ്പോഴാ യുകെയിലേക്ക് തിരിച്ചു പോകുന്നത്? 3-4 ആഴ്ച ഞാനിവിടെ ഉണ്ട്. പിന്നെ അടുത്ത മാസം 18-ാം തീയതി എൻഗേജ്മെന്റാ. അപ്പൊ അതോടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അയ്യോ, ആ കാര്യം ഞാൻ വിട്ടുപോയി മോനെ. അമ്മ പറഞ്ഞിട്ടായിരുന്നോ മോന്റെ എൻഗേജ്മെന്റ് ആയിട്ട് പെൺകുട്ടി യുകെയിൽ തന്നെയാണെന്നൊക്കെ? ആ, ഇവിടെ അഞ്ജുവിന്റെ കാര്യം എന്തായി? എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടു. അവര് ലീഗലി ഡിവോഴ്സ് ആയോ? ആ മോനെ, അവളുടെ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞു. പാവം എൻ്റെ കുട്ടി അവിടെ നിന്ന് ഒരുപാട് അങ്ങ് സഹിച്ചു. അവന് ഫുള്ള് കള്ളുകൂടി വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കുക. അവൻ്റെ കയ്യിൽ ഇല്ലാത്തതൊന്നും ഇല്ല, വൃത്തികേട്. കുറേ സഹിച്ചു. പിന്നെ അവൾ അവിടെ പിടിച്ചു നിന്നു. ഞങ്ങളെ പിന്നെ കൂട്ടിയിട്ട് വന്നത്. ഇനി കുറച്ചുകൂടി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കാന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ കൂട്ടിയിട്ട് വന്നതാ. എനിക്ക് വലുത് എൻ്റെ മോളല്ലേ. എല്ലാം വേണ്ട അവര് സ്വന്തം വീട്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? അതിനൊരു ജോലിക്ക് പോകാൻ വഴിയില്ല മോനെ. എന്തൊക്കെയാ ആൾക്കാർ പറയുന്നത്. ഒരേ ബസ്സിൽ തന്നെ പോണു, ഒരേ ബസ്സിൽ തന്നെ വരുന്നു. പിന്നെന്താണ്, നല്ല ഡ്രസ്സ് ഇടണു, മേക്കപ്പ് ചെയ്യണു. ഒരു പുറകെ പോകാൻ വഴിയില്ല, ഒരു കല്യാണത്തിന് പോകാൻ വഴിയില്ല, ഒരു നൂല് കെട്ടണ ഒന്നിനൊന്നിനും പോകാൻ വഴിയില്ല. ആരിന്റെ കുറ്റമാണോ? അവന്റെ കുറ്റമാണോ? നിന്റെ കുറ്റമാണോ? എന്താ അവിടെ വന്നിട്ടുള്ളത്? എന്താ ഇവിടെ വന്നിട്ടുള്ളത്? കുറച്ചുകൾ ഉളുപ്പുള്ളതാണ് ഞാൻ. ഈ മനുഷ്യന്മാരിങ്ങനെ ചോദിക്കുവോ? നാട്ടിൽ എവിടെയും ഡൈവേഴ്സ് ഇല്ല. എൻ്റെ മോൾക്ക് മാത്രമുള്ള പോലെ. എത്ര സഹിച്ചിട്ടാണ് എൻ്റെ കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അതിലേറെയായി. സത്യം പറയുകയാണെങ്കിൽ മോനെ, ഈ നാട്ടുകാരുടെ ഒക്കെ സ്വൈര്യക്കേട് കൊണ്ടേ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് മതിയായതുകൊണ്ട് പറയാ. ഇങ്ങനെ 1-2 പേര് എന്തൊക്കെയോ വന്ന് പറഞ്ഞെന്ന് വിചാരിച്ചിട്ടേ അതും കേട്ട് പേടിച്ച് ഇവിടുന്ന് ഓടി വിളിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഒരാൾ കല്യാണം കഴിക്കുന്നതോ അല്ലെങ്കിൽ 2 പേർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അവർ തമ്മിൽ ഡിവോഴ്സ് ആവുന്നതോ, അല്ലെങ്കിൽ ഒരാൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുന്നതോ, ഇതൊക്കെ ഒരു വ്യക്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വേറൊരാൾക്ക് ഇടപെടാൻ ഒരു അധികാരമില്ല, ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കരഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അതിനുള്ള നേരം കാണുള്ളൂ. ഇനി ആരെങ്കിലും അങ്ങനെ വന്ന് ഇടപെടാൻ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, മര്യാദയാണ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പേടിച്ചോടാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടം വരെ ഓടും? ലോകം മുഴുവനും ഓടും. അഞ്ജു, നിനക്ക് നല്ല വിദ്യാഭ്യാസമല്ലേ? നാട്ടുകാർ ചെലവിലാണോ നീ കഴിയുന്നത്? അതോ അവരാണ് നിന്റെ കല്യാണം നടത്തി തന്നെ? അല്ലല്ലോ. പിന്നെ നീ എന്തിനു ഇവരൊക്കെ പേടിക്കാൻ നിൽക്കുന്നത്? അത്രയ്ക്ക് സംസ്കാരമില്ലാത്ത ആൾക്കാർ മാത്രമേ ഇങ്ങനെ വേറെ ആളുടെ ലൈഫിൽ കയറി ഇടപെടാൻ നിൽക്കുള്ളൂ.
അവരേക്കാണ് നീ പേടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കാൻ നിൽക്കുന്നത്. നീ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നുണ്ട് മാത്രമാണ് എല്ലാവരും ഇങ്ങനെ തലയിൽ കയറി നിരങ്ങാൻ നിൽക്കുന്നത്. എന്ന് മര്യാദയ്ക്ക് ബോൾഡായിട്ട് സംസാരിച്ചോക്ക്. ഒരൊറ്റ ആളും ഒരു അക്ഷരം വേണ്ടില്ല. എടോ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശരിയായ തീരുമാനമല്ലേ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതിന് ശേഷമല്ലേ ഇയാൾക്ക് കുറച്ച് സമാധാനത്തിൽ ജീവിക്കാൻ തന്നെ പറ്റിയിട്ടുള്ളൂ. അപ്പം അതിലൊന്നും കയറിയിട്ട് സംസാരിക്കാൻ ഒരു റൈറ്റും അവന്മാർക്കൊന്നുമില്ല. ഈ കുറച്ച് പേർക്ക് ആകെ അറിയാവുന്നത് ഇപ്പം അഞ്ജു ആരോടെങ്കിലും സംസാരിച്ചു, അപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കും അഞ്ജുന് അവനായിട്ട് അഫെയർ ആണെന്ന്. അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചിരിച്ചു, അതാ പുതിയ കണക്ഷൻ ഉണ്ടാക്കി. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വളർച്ച അവന്മാർക്കൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പൊട്ടക്കല്ലിലെ തവളകൾ. ആ തവളകൾക്കാണോ നീ ഇത്രയും വിലയും കൊടുത്തിട്ട് അവരെയും പേടിച്ച് കരഞ്ഞിങ്ങോട്ട് വീട്ടിലേക്ക് വരുന്ന ദിവസവും? ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ആർക്ക് നഷ്ടം? അവരുടെ പേരൻസിന് പോയി, അല്ലാണ്ട് എന്ത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഇങ്ങനെ പേടിച്ചിറങ്ങേണ്ട ഒരു കാര്യമില്ല. പിന്നെ എൻഗേജ്മെന്റ് വരണേ. എൻഗേജ്മെന്റ് വരും മോനെ. ശരി എന്നാ ഇറങ്ങട്ടെ. ഇതാരും എവിടെ നിക്കുന്നു? മോ യുകെന്ന് എപ്പോഴാ വന്ന്? 2 ദിവസം ചേച്ചി. ഓ, അഞ്ജു വീട്ടിൽ വന്ന് നിൽക്കുന്ന കാര്യം മോൻ അറിയായിരിക്കും അല്ലേ? അങ്ങനെ വന്നതാ? അല്ല, ഞാൻ കണ്ടപ്പോ കേറിയതാ. നടക്കട്ടെ നടക്കട്ടെ. ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ. എന്തായാലും നന്നായി മോനെ, അവൾക്കും വേണ്ട ഒരു ജീവിതം. വല്ലാത്ത മനുഷ്യര്. ഇവരിടയിലൊക്കെ ജീവിച്ചോനെ കുറച്ചു നല്ല പാട്. ഒരു ദിവസം കൊണ്ട് തന്നെ മതിയായില്ലേ? അപ്പൊ ഇവിടെ എന്നും നിൽക്കണ ഞങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. അങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ജീവിക്കണ്ടേ? ഇവരോടൊക്കെ 4 നല്ല മറുപടികൾ കൊടുത്തോക്ക്. അതോടെ അവരങ്ങോട്ട് നിർത്തും. ഇവർക്കൊന്നേ ഒരു പണി ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് അവരുടെ പണി. ബാക്കിയുള്ളവൻ്റെ ജീവിതത്തിൽ എന്താ പ്രശ്നം നോക്കി നടക്കും. എന്നിട്ട് അത് കണ്ടുപിടിച്ച് അതങ്ങോട്ട് കുത്തിപ്പൊക്കും. എന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കും. അതിലവർ സന്തോഷം കണ്ടെത്തും. ഇതൊക്കെ ഒരുതരം മാനസിക രോഗമാണ്. നമ്മൾ അവർക്ക് വില കൊടുക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നുള്ളൂ. 5 പൈസൻ്റെ വില കൊടുക്കാണ്ടിരുന്ന് നോക്ക്. അപ്പം നമുക്കൊരു സമാധാനം കിട്ടും. എവിടെ ഒന്ന് ഇരിക്കുക? ഇവിടെ ഇരിക്കുക. വരുന്നുണ്ട്. ഇന്നിനി ആ കാര്യം എടുത്ത് ചോദിച്ചു നോക്കാം. എന്തായാലും വരട്ടെ. അതെ, എന്താണ് കാണാത്ത പോലെ പോകുന്നത്? യുകെക്കാരന് ചാക്കിലാക്കാനുള്ള തിരക്കിലാണോ? നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് നീ പറഞ്ഞ? ഒന്നുകൂടി പറ. അഞ്ജു, ഇത് ഞാൻ മാത്രം പറഞ്ഞൊന്നല്ല, നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. എന്തോ ഒരു യുകെക്കാരൻ നിന്റെ വീട്ടിൽ വന്നതെന്നോ 24 മണിക്കൂർ അവിടെ തന്നെയാണ് നിൽക്കുക. പട്ടി, നിന്റെ വീട്ടിലും നിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ പല ആൾക്കാർ കയറി ഇറങ്ങാറില്ലടാ. അതൊക്കെ നിന്റെ ഭാര്യനെ കാണാൻ വരുന്നതാണോ? അവർ 24 മണിക്കൂർ അവിടെ തന്നെയാണ് കിടക്കുന്നത്. അനാവശ്യം പറഞ്ഞ് നിന്റെ പല്ലടിച്ച് ഞാൻ പൊളിക്കും. കുറച്ച് കാലം ഞാൻ സഹിക്കുന്നു. ഒരു പെണ്ണിന് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, നീ ഒന്നും വഴി നടക്കാൻ സമ്മതിക്കില്ല, ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല. നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നീ ഇവിടുത്തെ വലിയ സംഭവമാണെന്നോ? ജോലിയും കൂലിയും ഇല്ലാണ്ട് തെണ്ടിത്തിരി നടക്കുന്നവൻ സ്വന്തം കുടുംബം പോലും മരിക്കും നോക്കാൻ കഴിയില്ല. എപ്പോ നോക്കിയാലും കാണാലോടാ ഈ കല്ലിന്റെ പുറത്ത് നീ വന്നിരിക്കുന്നത്. നീയൊക്കെയാണോടാ വലിയ ആളായിട്ട് തന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത്. അന്തസ്സായിട്ടേ അധ്വാനിച്ച് ജീവിക്കുന്നതാ. അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ തേരാപ്പാറ നടന്നിട്ട് സ്വന്തം ഭാര്യന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ടല്ല. നിന്നെ പോലെ നിന്നെയൊക്കെ എങ്ങനെയാണ് നിന്റെ കെട്ടിയോള് സഹിക്കുന്നത്? അവളാ പറഞ്ഞാൽ മതിയല്ലോ. നിന്നെക്കാളും മെനകെട്ടവനായിരുന്നു എന്റെ കെട്ടിയോൻ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്റെ വീട്ടില് അന്തസ്സായിട്ട് വന്ന് നിൽക്കുന്നത്. ആ ധൈര്യം തന്റെ ഇടവും ചങ്കൂറ്റവും നിന്റെ കെട്ടിയോൾക്ക് ഇല്ലാണ്ടായി പോയി. അതുകൊണ്ട് അവളെ നിന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. നിനക്കും വളർന്നു വരുന്നില്ലടോ ഒരു പെൺകുട്ടി. നാളെ അവള് കല്യാണം കഴിയുമ്പോ അവൾക്ക് എന്താ അവസ്ഥ നിനക്കറിയോ? ഈ ഗതി അവൾക്ക് വന്നാലോ? അന്ന് നീ ഇങ്ങനെ പറയോ? അന്ന് നീ പറയോ നീ ഈ ബസ്സിൽ പോകുന്ന നീ ഏത് കണ്ടക്ടറെ കാണാനാണ്, കിളിനെ കാണാനാണ്, ഏത് നാട്ടുകാരെ കാണാനാണെന്ന് നീ നിന്റെ സ്വന്തം മോളോട് ചോദിക്കടാ. മറ്റുള്ളവരുടെ കാര്യമാകുമ്പോ നിനക്കൊക്കെ കൊട്ടി ഘോഷിക്കാല്ലേ? നാണം കെട്ടവൻ, നാണം ഇല്ലാത്ത വർഗം. അതിന്റെ ഇടയ്ക്ക് അവൻ യുകെക്കാരന്റെ കഥയായിട്ട് വന്നിരിക്കണു.
അല്ലെങ്കിൽ നിനക്ക് എന്തിനാടാ എന്റെ കുടുംബത്തിലെ കാര്യം? നീ എന്റെ ആരാ? നിന്നോട് ഞാൻ എന്തിനാണ് എന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്? ഇനി ഞാൻ ഈ വഴിക്ക് വരുമ്പോ നിന്റെ വായെങ്ങാനും തുറന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോന്തന്റെ ഷേപ്പ് ഞാൻ മാറ്റും. അഞ്ചു, ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ കേക്കുന്നുണ്ട്, നല്ല പറയും. ഈ മാവിന്റെ ഇല മുഴുവനും കരിഞ്ഞു പോയിരിക്കുന്നേ, ഒരു മാങ്ങ പോലും കാണുന്നില്ല ഇതില്. അതിനത് മാവല്ലേ ചേച്ചി, പയറാ. പയറ് വെളിയിൽ എവിടെയാ മാങ്ങ ഉണ്ടാകുക? ഇതാര് അഞ്ചുവാ? എനിക്ക് ഷുഗറിന്റെ അസുഖമുള്ള കാരണേ ഇത് പയറ് വെള്ളിയാണ്. ഞാൻ മാവ വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്, ഓർമ്മ ഉണ്ടാവില്ല. അല്ല അഞ്ചു, എന്താ ചേച്ചി, എന്തേലും കാര്യങ്ങൾ അറിയാനുണ്ടോ? എനിക്കെന്തറിയണം? എനിക്ക് ഒന്നും അറിയണ്ട. അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യത്തിൽ കേട്ടവർക്ക് അത്ര ചീഫ് പരിപാടി വേറെ ഒന്നുമില്ല അഞ്ചു. മോള് വയ്ക്കാം.